നമസ്കാരം. രാമായണ ഗദ്യഭാഗത്തിൽ ഇന്ന് അയോധ്യാകാന്ഡമാണ് ഞാനിവിടെ ആരംഭിക്കുന്നത്. ബാലകാന്ഡത്തിൽ നിങ്ങളിപ്പോൾ കുറച്ച് ദിവസം പിന്നിട്ടിട്ടുണ്ടാവും അല്ലേ? രാമായണ മാസം ആരംഭിച്ച് കുറച്ച് ദിവസം പിന്നിട്ടിട്ടുണ്ടാവും. അപ്പോൾ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് രാമായണം വായിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അതിനാണ് കഥ പറയുന്നത്. ഇതിനു മുമ്പേ ഞാൻ ശ്രീരാമൻ്റെയും സീതയുടെയൊക്കെ ഫോട്ടോസ് ഇട്ടിട്ട് കഥ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരിട്ടൊന്ന് കഥ കേൾക്കാൻ ആഗ്രഹമുണ്ട്, അങ്ങനെയൊന്ന് കഥ വായിച്ചിടുമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, നമുക്ക് രാമായണ കഥയിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും ശ്രീരാമനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ കഥ കേൾക്കുക. അയോധ്യാകാന്ഡം. പൈങ്കിളി കഥ തുടരുന്നു. ശ്രീരാമൻ ഭാർഗവരാമൻ്റെ ദർപ്പം ശമിപ്പിച്ച് അയോധ്യയിൽ പിതാവിനോടും മാതാക്കളോടും ഗുരുവിനോടും ഭ്രാതാക്കളോടും പടയോടും സീതയോടും പൗരജനത്തോടും കൂടി രാജധാനിയിൽ സുഖിച്ചിരുന്നു. പാർവതിക്കു ശിവൻ കഥയരുൾ ചെയ്യുന്നു. അക്കാലം നാരദൻ ഭൂമിയിൽ അവതരിക്കുന്നു. ശ്രീരാമദേവൻ നാരദനെ കണ്ട് എഴുന്നേറ്റ് പത്നി സമേതനായി നമസ്കരിച്ചു. നാരദനെ പൂജിച്ചു. നാരദൻ പറഞ്ഞതനുസരിച്ച് ശ്രീരാമദേവൻ ഇരുന്നു. നാരദൻ ശ്രീരാമദേവനെ പുകഴ്ത്തി, ശ്രീരാമൻ അങ്ങു എന്തുകൊണ്ടിവിടെ എഴുന്നള്ളി എന്ന് ചോദിച്ചു. നാരദൻ, എല്ലാം നിനക്കറിയാം, എങ്കിലും ഞാൻ പറയാം എന്നു പറഞ്ഞ് ശ്രീരാമസ്തുതി തുടങ്ങി. ബ്രഹ്മാവിൻ്റെ നിയോഗത്താലാണ് ഞാൻ വന്നത്. രാവണനെ കൊന്ന് ലോകത്തെ രക്ഷിക്കാൻ മർത്യനായ അവതാരം ചെയ്തതാണല്ലോ അങ്ങ്. എന്നാൽ ദശരഥൻ രാജരക്ഷാർത്ഥം അഭിഷേകത്തിനൊരുങ്ങുന്നു. അപ്പോൾ ദശമുഖനെ കൊല്ലാൻ എങ്ങനെ കഴിയും? സത്യത്തെ രക്ഷിക്കണം എന്ന് പറയാനായി അയച്ചതാണ് എന്നെ. മർത്യജന്മത്തിൽ മറവി പറ്റുമല്ലോ, ശ്രീരാമചന്ദ്രൻ പറഞ്ഞു. ഞാൻ സത്യത്തെ ലംഘിക്കാറില്ല. എല്ലാറ്റിനും കാലമുണ്ടല്ലോ, സമയം വരട്ടെ. ഞാൻ നാളെ തന്നെ വനത്തിനു പോകുന്നുണ്ട്. രാജാ ദശരഥൻ വസിഷ്ഠ ഗുരുവിനോട് ഇപ്രകാരം പറഞ്ഞു. പൗരജനങ്ങളും മന്ത്രമുഖ്യന്മാരും ശ്രീരാമന്റെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്നു. എനിക്കാണെങ്കിൽ വയസ്സായി. പൃഥ്വി പരിപാലനത്തിനായി ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. ഭരത ശത്രുഘ്നന്മാർ കേകയത്തിലാണ്. അടുത്ത ദിവസം പൂയം നക്ഷത്രമാണ്. അതിനാൽ നാളെ രാമാഭിഷേകം നടത്തണം. രാമനോട് ഗുരുനാഥൻ കാര്യങ്ങൾ പറയണം. പിന്നെ സുമന്ത്രരെ നോക്കി പറഞ്ഞു, എല്ലാം വസിഷ്ഠൻ അരുൾ ചെയ്യുന്നത് പോലെ ഒരുക്കി കൊടുക്കുക. സുമന്ത്രർ വസിഷ്ഠനോട് എന്താണ് വേണ്ടുന്നതെന്ന് ആരാഞ്ഞു. വസിഷ്ഠമുനി സുമന്ത്രരോട് വേഷവിധാനങ്ങൾ വേണ്ടും വണ്ണം പറഞ്ഞു കേൾപ്പിച്ചു. ഐരാവതം, നാനാ തീർത്ഥജലം, പുത്തൻ പുലിത്തോൽ, വാദ്യാഘോഷങ്ങൾ, ദേവാലയങ്ങളിൽ ബലിപൂജകൾ, ദീപാലങ്കാരം, മറ്റു രാജാക്കന്മാരെ പോയി ക്ഷണിക്കുക, വധൂജനങ്ങൾ, കന്യകമാർ എല്ലാം വേണമെന്ന് അറിയിച്ചു. ഇനി നമുക്ക് ശ്രീരാമ വസിഷ്ഠ സംവാദത്തിലേക്ക് പോകാം. വസിഷ്ഠമുനി രഘുരാമ സന്നിധി ചെല്ലുന്നു. രഘുനാഥൻ ഭാര്യാസമേതനായി വസിഷ്ഠനെ നമസ്കരിച്ചു. കാൽ കഴുകിച്ചു. തീർത്ഥം ഉത്തമാംഗത്തിൽ ധരിച്ചു. സന്തോഷത്തോടെ പറഞ്ഞു, ഇന്ന് അടിയൻ ഗുരുവിൻ്റെ പാദതീർത്ഥം ധരിക്കിയാൽ പുണ്യവാനായി. എല്ലാം അറിയുന്ന വസിഷ്ഠൻ പറഞ്ഞു, നിന്നുടെ പാദതീർത്ഥം ധരിക്കിയാൽ ശിവൻ ധന്യനായി. നീ മായാഭഗവതിയോടുകൂടി അവതരിച്ചത് രാവണനെ കൊല്ലാനാണ് എന്ന നിഗൂഢ സത്യം ഞാൻ പുറത്തുവിടുന്നില്ല. ഞാൻ ഇപ്പോൾ വന്ന കാരണം ദശരഥ മഹാരാജാവ് പറഞ്ഞതുകൊണ്ടാണ്. രാജാവ് നാളെ നിനക്ക് അഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ നീ സീതാസമേതനായി ഉപവാസം ചെയ്ത് ഭൂമിയിൽ ശയിക്കണം. നീ രാവിലെ നേരത്തെ വരണം. ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് വസിഷ്ഠമുനി പോയി. ശ്രീരാമൻ ലക്ഷ്മണനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ താതൻ എനിക്ക് അഭിഷേകം ചെയ്യും. എന്നാൽ ഞാൻ നിമിത്തം മാത്രം നീയാണ് കർത്താവും ഭോക്താവും. അതിന് നമ്മോട് മത്സരിപ്പാൻ ആരുമില്ല. വസിഷ്ഠൻ എല്ലാ വിവരങ്ങളും ദശരഥനെ അറിയിച്ചു. കൗസല്യയോടും സുമിത്രയോടും വിവരങ്ങൾ ഒരാൾ ചെന്ന് പറഞ്ഞു. കൗസല്യ ലക്ഷ്മി ഭഗവതിയെ പൂജിച്ചു. കേകയപുത്രിയുടെ വാക്കുകേട്ട് ദശരഥൻ വല്ല വ്യതിയാനവും വരുമോ, കേകയുടെ മനസ്സിൽ എന്താണാവോ എന്ന് ചിന്തിച്ച് കൗസല്യ നല്ലവണ്ണം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. അടുത്തതായിട്ട്
ശ്രീരാമ വസിഷ്ഠ സംവാദത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. വസിഷ്ഠമുനി രഘുരാമ സന്നിധി ചെല്ലുന്നു. രഘുനാഥൻ ഭാര്യാസമേതനായി വസിഷ്ഠനെ നമസ്കരിച്ചു, കാൽ കഴുകിച്ചു, തീർത്ഥം ഉത്തമാംഗത്തിൽ ധരിച്ചു. സന്തോഷത്തോടെ പറഞ്ഞു, ഇന്ന് അടിയൻ ഗുരുവിൻ്റെ പാദതീർത്ഥം ധരിക്കിയാൽ പുണ്യവാനായി. എല്ലാം അറിയുന്ന വസിഷ്ഠൻ പറഞ്ഞു, നിന്നുടെ പാദതീർത്ഥം ധരിക്കിയാൽ ശിവൻ ധന്യനായി. നീ മായാഭഗവതിയോടുകൂടി അവതരിച്ചത് രാവണനെ കൊല്ലാനാണ്. ഈ നിഗൂഢ സത്യം ഞാനായിട്ട് പുറത്തുവിടുന്നില്ല. ഞാനിപ്പോൾ വന്ന കാരണം ദശരഥ മഹാരാജാവ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. രാജാവ് നാളെ നിനക്ക് അഭിഷേകം നിശ്ചയിച്ചിരിക്കുന്നു. അതിനാൽ നീ സീതാസമേതനായി ഉപവാസം ചെയ്ത് ഭൂമിയിൽ ശയിക്കണം. നീ രാവിലെ തന്നെ നേരത്തെ വരണം. ഞാൻ മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കട്ടെ എന്ന് പറഞ്ഞ് വസിഷ്ഠമുനി പോയി. ശ്രീരാമൻ ലക്ഷ്മണനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാളെ താതൻ എനിക്ക് അഭിഷേകം ചെയ്യും. എന്നാൽ ഞാൻ നിമിത്തം മാത്രം നീയാണ് കർത്താവും ഭോക്താവും. അതിന് നമ്മോട് മത്സരിപ്പാൻ ആരുമില്ല. വസിഷ്ഠൻ എല്ലാ വിവരങ്ങളും ദശരഥനെ അറിയിച്ചു. കൗസല്യയോടും സുമിത്രയോടും വിവരങ്ങൾ ഒരാൾ ചെന്നു പറഞ്ഞു. കൗസല്യ ലക്ഷ്മി ഭഗവതിയെ പൂജിച്ചു. കേകയ പുത്രിയുടെ വാക്ക് കേട്ട് ദശരഥന് വല്ല വ്യതിയാനവും വരുമോ, കേകയുടെ മനസ്സിൽ എന്താണാവോ എന്ന് ചിന്തിച്ച് കൗസല്യ നല്ലവണ്ണം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. ദേവന്മാരെല്ലാം സരസ്വതീ ദേവിയുടെ അടുക്കൽ ചെന്ന് അയോധ്യയിലേക്ക് എഴുന്നള്ളുവാൻ പ്രാർത്ഥിച്ചു. രാമാഭിഷേകം നടന്നാൽ രാവണനെ വധിക്കുന്നത് എങ്ങനെ? അതുകൊണ്ട് മന്ദരയുടെ വാക്കാൽ കൈകേയെ കൊണ്ട് പറയിച്ച് രാമാഭിഷേകം മുടക്കണം. ദേവകാര്യമായതിനാൽ കൈകേയെ കൊണ്ട് രാമാഭിഷേകം മുടക്കാൻ വാണി ഭഗവതി പുറപ്പെട്ടു. കൂനിയായ മന്ദര കൈകേയി ഗൃഹത്തിലെത്തി. കൈകേയിയുടെ ഇഷ്ടസഖിയാണ് മന്ദര. കൈകേയി മന്ദരയോട് രാജ്യം അലങ്കരിക്കുന്നതിന്റെ കാരണം തിരക്കി. അപ്പം തന്നെ മന്ദര പറഞ്ഞു, നാളെ രാമാഭിഷേകം. അത് കേട്ട സന്തോഷത്തിൽ കൈകേയി ഒരു സ്വർണഹാരം മന്ദരയ്ക്ക് നൽകി. എൻ്റെ പ്രിയപുത്രന് അഭിഷേകം എനിക്ക് ഏറ്റവും സന്തോഷം. രാമനാണെങ്കിൽ കൗസല്യേക്കാൾ പ്രിയം എന്നോടാണ്. മന്ദര പറഞ്ഞു, രാമൻ രാജാവ്, കൗസല്യ രാജമാതാവ്, സുമിത്രയ്ക്കും ഭാഗ്യം, ഭരതന് സേവകഭാവം, നീ സേവകന്റെ മാതാവ്, സേവിക. ഞാനൊരു മാർഗം ഉപദേശിക്കാം. പണ്ട് സുരസുരാ യുദ്ധത്തിൽ നീ കീലരന്ധ്രത്തിൽ വിരൽ തിരുകി ദശരഥനെ രക്ഷിച്ചപ്പോൾ നിനക്ക് 2 വരം തരാമെന്ന് രാജാവ് ഏറ്റിട്ടുണ്ടല്ലോ. അതും രണ്ടും ഇപ്പോൾ ചോദിക്കുക. 1, ഭരതനെ രാജാവാക്കണം. 2, രാമൻ 14 സംവത്സരം കാട്ടിൽ കഴിയണം. ഇപ്പോൾ നീ ക്രോധാകാരത്തിൽ അതീവ ദുഃഖിതയായി കിടക്കണം. രാജാവ് കാരണം അന്വേഷിച്ചാൽ ഈ വരദ്വയം അപേക്ഷിക്കണം. ഒരിക്കൽ തരാമെന്ന് പറഞ്ഞ വരം തരാതിരിക്കാൻ രാജാവിനാവില്ല. അപ്പോൾ ഭരതൻ രാജാവാകും, നീ രാജമാതാവാകും. മന്ദരയുടെ വാക്കാകുന്ന വിഷം കൈകേയിക്കങ്ങതേറ്റു. എല്ലാ മന്ത്രിമാരോടും രാമാഭിഷേക വാർത്ത അറിയിച്ച് അന്തപുരത്തിൽ ആദ്യം കൈകേയിയെ കാണാൻ രാജാവ് സന്തോഷവാനായി വന്നു. കൈകേയിയെ കാണാനേയില്ല. ദാസികളോട് അന്വേഷിച്ചു. ദാസികൾ പറഞ്ഞു, കൈകേയി ക്രോധാലയത്തിലാണ്. മലിനാംബരിയായി ക്രോധാലയത്തിൽ കഴിയുന്ന കൈകേയിയെ രാജാവ് ചെന്നെടുത്ത് ആശ്വസിപ്പിച്ചു. എന്തു വേണമെങ്കിലും നൽകാം എന്ന് പ്രതിജ്ഞ ചെയ്തു. രാമനെ പിടിച്ചു സത്യം ചെയ്തു. ദശരഥന്റെ സത്യപ്രതിജ്ഞ കേട്ട കൈകേയി മുഖം തുടച്ചു പറഞ്ഞു തുടങ്ങി, സത്യസന്ധനായ അങ്ങയുടെ വാക്കു സത്യമാണെങ്കിൽ സുരസുരാ യുദ്ധത്തിൽ എനിക്ക് നൽകാമെന്നേറ്റ 2 വരങ്ങളും ഞാനിപ്പോൾ ആവശ്യപ്പെടുന്നു. 1, ഇന്ന് രാജ്യാഭിഷേകം ഭരതന് ചെയ്യണം. 2, രാമൻ 14 സംവത്സരം വനത്തിൽ വസിക്കണം. ഈ വരങ്ങൾ എനിക്ക് നൽകിയില്ലെങ്കിൽ ഞാൻ മരിക്കും. ഇത് കേട്ട രാജാവ് മോഹാലസ്യപ്പെട്ട് വീണു. പിന്നീട് ഉണർന്ന് കൈകേയിയുടെ കാൽ പിടിച്ചു കരയാൻ തുടങ്ങി. രാത്രി മുഴുവൻ രാജാവ് ദുഃഖിച്ചു കഴിച്ചുകൂട്ടി. വെളുപ്പിന് ഗായകർ മംഗളവാക്യ സ്തുതികൾ തുടങ്ങി. വെൺകൊറ്റക്കുട, തഴ, വെൺചാമരങ്ങൾ, ആലവട്ടങ്ങൾ, കൊടിതോരണം, താലങ്ങൾ ഇവയാൽ നഗരം പ്രശോഭിച്ചു. രാത്രി ഉറക്കമൊഴിച്ച് പൗരജനങ്ങളും നാരീജനങ്ങളും എത്തി. രാമനെ രത്നകിരീടമണിഞ്ഞ് കാണാൻ പൗരവാസികൾ നിരന്നു. നേരം പുലർന്നു. രാജാവ് ഉണർന്നില്ല. സുമന്ത്രർ അന്തപുരത്തിലെത്തി. രാജാവിനെ സ്തുതിച്ചു. രാജാവ് ഭൂമിയിൽ കിടക്കുന്നു. കൈകേയിയോട് കാരണം തിരക്കി. രാജാവ് രാത്രി ഉറങ്ങിയിട്ടില്ല.
രാമ രാമ എന്ന് ജപിക്കുന്നു. നീ രാമനെ ചെന്ന് കൊണ്ടുവരിക. കൈകേയി വാക്കുകേട്ട് സുമന്ത്രർ പറഞ്ഞു, രാജാവ് പറയാതെ ഞാൻ എങ്ങനെ രാമനെ കൊണ്ടുവരും? അത് കേട്ട് രാജാവ് പറഞ്ഞു, രാമനെ കൊണ്ടുവരൂ. ഉടനെ സുമന്ത്രർ ശ്രീരാമനോട് വിവരം പറഞ്ഞു. ഉടനെ ശ്രീരാമൻ പിതാവിനെ ചെന്നു കണ്ടു, നമസ്കരിച്ചു. പിതാവ് ശ്രീരാമനെ ആലിംഗനം ചെയ്യാൻ എഴുന്നേറ്റതും വീണു രാമ രാമ എന്ന് വിളിച്ചു. രാമൻ താതനെ ആശ്ലേഷിച്ചു, മടിയിൽ കിടത്തി. സ്ത്രീകൾ കരഞ്ഞു തുടങ്ങി. രാഘവൻ അച്ഛൻ്റെ ദുഃഖത്തിന് കാരണം ആരാഞ്ഞു. താത ദുഃഖത്തിന് കാരണം നീയാണ്, കൈകേയിയായി പറഞ്ഞു തുടങ്ങി. പണ്ട് സുരസുരായുധത്തിൽ എൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിച്ച് എനിക്ക് 2 വരം അച്ഛൻ തന്നിരുന്നു. അത് ഇന്ന് വേണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. 1, ഭരതനെ ഇന്ന് തന്നെ രാജാവായി അഭിഷേകം ചെയ്യണം. 2, നീ 14 സംവത്സരം വനത്തിൽ കഴിയണം. നിന്നോട് ഇത് 2ഉം പറയാൻ വിഷമിച്ച് താതൻ ദുഃഖിക്കുന്നു. ഉടൻ രാമൻ പ്രതികരിച്ചു, അതിനെന്ത് വിഷമം? ഞാനിതാ വനത്തിലേക്ക് പുറപ്പെടുന്നു. ഭരതന് വേഗം രാജാഭിഷേകം നടത്തുക. രാജ്യം ഭരിക്കുന്നതിനേക്കാൾ എത്ര എളുപ്പമാണ് ദേഹം മാത്രം ഭരിക്കുക. പിതൃക്കളെ പ്രസാദിപ്പിക്കാൻ ഭഗീരഥൻ ആകാശഗംഗയെ പാതാള ലോകത്തിലേക്ക് അനയിച്ചതല്ലേ? അച്ഛന് തൻ്റെ യൗവനം നൽകി വൃദ്ധത ഏറ്റുവാങ്ങിയില്ലേ പൂരു? ഇതെല്ലാം കേട്ട ദശരഥൻ രാമനോട് പറഞ്ഞു, എന്നെ ബന്ധിച്ച് നീ രാജ്യം ഗ്രഹിക്കുക. രാജാവ് കരഞ്ഞു തുടങ്ങി. രാമൻ സമാശ്വസിപ്പിച്ചു, അച്ഛൻ വിഷമിക്കരുത്, ഞങ്ങൾ സസന്തോഷം ആജ്ഞ നിറവേറ്റും. അമ്മയോടും സീതയോടും വിവരം ധരിപ്പിച്ച് പോകാനൊരുങ്ങട്ടെ. ശ്രീരാമൻ ചെന്നപ്പോൾ കൗസല്യ പൂജ ചെയ്യുകയായിരുന്നു. സുമിത്ര കൗസല്യയെ പുത്രാഗമനം അറിയിച്ചു. പുത്രനെ മുകർന്ന് കൗസല്യ ഭക്ഷണത്തിനായി വിളിച്ചു. ശ്രീരാമൻ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ സമയമില്ല, ക്ഷിപ്രം അരണ്യവാസത്തിന് പോകണം. കൈകേയി അമ്മയ്ക്ക് അച്ഛൻ കൊടുത്ത വരദ്വയം പാലിക്കണം. രാമന്റെ വനഗമനം കേട്ട കൗസല്യ മോഹിച്ചു വീണു. പിന്നെയും പിന്നെയും കരഞ്ഞു. ഭരതൻ നാട് വാഴട്ടെ, നീ കാട് വാഴണമെന്ന് പറയണമോ? അച്ഛനും ഞാനും തുല്യരാണ്. അച്ഛൻ പോകാൻ നിയോഗിച്ചാൽ ഞാൻ പോകരുതെന്ന് പറയുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കാതെ പോയാൽ ഞാൻ എൻ്റെ പ്രാണൻ കളയും. കൗസല്യ മാതാവിൻ്റെ വാക്കുകൾ കേട്ട് സൗമിത്രി രോഷം കൊണ്ടു. എല്ലാവരെയും ബന്ധിച്ച് ഞാൻ ജ്യേഷ്ഠന് അഭിഷേകം നടത്തും. ആര്യപുത്രാഭിഷേകം നടത്താനുള്ള ശൗര്യം ഇന്നെനിക്കുണ്ട്. സൗമിത്രി വാക്കുകൾ കേട്ട് ശ്രീരാമൻ ലക്ഷ്മണനെ ആലിംഗനം ചെയ്തു, സമാശ്വസിപ്പിച്ചു. ഇത് കഴിഞ്ഞിട്ടാണ് ലക്ഷ്മണോപദേശം വരുന്നത്. നമുക്കറിയാം ലക്ഷ്മണോപദേശം എന്ന ഭാഗം. വത്സ, നിന്നെ ഞാൻ അറിയുന്നു. എന്നെക്കുറിച്ച് നിനക്കുള്ള സ്നേഹം മറ്റാർക്കും ഇല്ല. നിന്നാൽ അസാധ്യമായ ഒരു കർമ്മവും ഇല്ല. ലക്ഷ്മി അസ്ഥിരയാണ്. യൗവനവും സ്ഥിരമല്ലാത്തതാനും. ഉദിക്കുന്ന സൂര്യൻ അസ്തമിക്കുന്നു, വീണ്ടും ഉദിക്കുന്നു. ആയുസ്സും വേഗം പോകുന്നു. മൃത്യു എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. കാമക്രോധാദികൾ നമ്മുടെ ശത്രുക്കളാണ്. ക്രോധം പരിത്യജിക്കണം ബുധജനം. കർമ്മഫലങ്ങൾ ഇച്ഛിക്കരുത്. പ്രാരാബ്ധമെല്ലാം നാം അനുഭവിക്കണം. സൗമിത്രിയെ സമാശ്വസിപ്പിച്ച് അമ്മയോടായി പറഞ്ഞു. കൗസല്യ സാന്ത്വനത്തിലേക്ക് പോകാം. അമ്മേ, ഞാൻ പറയുന്നത് കേട്ടാലും ആത്മാവിനെ പീഡിപ്പിക്കരുത്. സർവ്വജനങ്ങളും ഒന്നിച്ചു വാഴുക എന്നതിലല്ല. 14 വത്സരം കഴിഞ്ഞ് ഞാൻ വരും. അമ്മ അനുവദിച്ച് പറഞ്ഞയച്ചാൽ എനിക്ക് ദുഃഖമില്ല എന്ന് പറഞ്ഞ് നമസ്കരിച്ച് രാമനെ കൗസല്യ അനുഗ്രഹിച്ചയച്ചു. സീതാ രാമ സംവാദത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. വൈദേഹിയോട് യാത്ര ചോദിക്കാൻ ശ്രീരാമൻ ചെന്നു. സീത ശ്രീരാമന്റെ കാൽ കഴുകി ഇരുത്തി. ആരും അകമ്പടിയില്ലാതെ കാൽനടയായി വന്നത് എന്തുകൊണ്ട്? സീത ചോദിച്ചു. ശ്രീരാമൻ സീതയോട് പറഞ്ഞു, അച്ഛൻ എനിക്ക് പുണ്യം വരുവാനായി ദണ്ഡകാരണ്യം തന്നു. നീ കൗസല്യ മാതാവിനെ സേവിച്ച് ഇവിടെ ഇരിക്കുക. സീത പറഞ്ഞു, ഇന്നലെ രാജ്യാഭിഷേകം നിശ്ചയിച്ച ആൾ ഇന്ന് വനവാസം തരിക വിചിത്രം തന്നെ. ശ്രീരാമൻ അച്ഛന്റെ സത്യപ്രതിജ്ഞ, കൈകേയി മാതാവിനോടുള്ള വരദാനം എല്ലാം പറഞ്ഞു മനസ്സിലാക്കി. അപ്പോൾ സീതയ്ക്കും ശ്രീരാമന്റെ കൂടെ പോകണം എന്ന് പറഞ്ഞിട്ടും പിന്മാറിയില്ല. അവസാനം പതിവ്രതാധർമ്മം പാലിച്ച് സീതയെയും കൂട്ടി പോകാൻ നിശ്ചയിച്ചു. അരുന്ധതിക്ക് ദാനങ്ങൾ നൽകുക. ദ്വിജന്മാർ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, പശുക്കൾ ഇവ നൽകുക. ലക്ഷ്മണൻ അമ്മയായ സുമിത്രയെ കൗസല്യയുടെ കയ്യിൽ സമർപ്പിച്ചു. സുമിത്ര ലക്ഷ്മണന് ഉപദേശം നൽകി അയച്ചു. ജ്യേഷ്ഠനെ പിരിയാതെ മുന്നിലായി നടക്കണം. സുമിത്രയുടെ ഈ വാക്കുകൾ രാമായണത്തിലെ ശ്രേഷ്ഠ വരികളാണ്. സൗമിത്രി ചാവ ശരാദികൾ കൊണ്ട് കൈക്കൊണ്ട് രാമന്റെ സമീപെ പോയി നിന്നു. രാമനും സീതയും ലക്ഷ്മണനും അച്ഛനെ വന്ദിപ്പാനായി പോകുന്നത് കണ്ട് പൗരജനങ്ങൾ ഖേദം കലർന്നു നിന്നു. പൗരജനങ്ങൾ ശ്രീരാമനോട് കൂടെ വനത്തിന് പോവാൻ തയ്യാറായി. ഇനി നമ്മൾ പോകുന്നത് രാമസീതാ തത്വത്തിലേക്കാണ്. പൗരജനങ്ങൾ ദശരഥനെയും കൈകേയിയെയും കുറ്റം പറഞ്ഞു. അതു കേട്ട്
വാമദേവൻ പുരവാസികളോടായി പറഞ്ഞു, നിങ്ങൾ ആരും വിഷമിക്കരുത്, ജാനകിയെ ചിന്തിച്ച് വിഷമിക്കരുത്. രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ്. ജനകജ ലക്ഷ്മി ഭഗവതിയാണ്. ലക്ഷ്മണനാകട്ടെ അനന്തനും ഹയഗ്രീവനെ കൊന്ന് വേദങ്ങളെ വീണ്ടെടുക്കാനായി മത്സ്യാവതാരം പൂണ്ടത് ഈ രാഘവനാണ്. ആമയുടെ രൂപം ധരിച്ച് മന്ദരപർവ്വതത്തെ താങ്ങി നിന്നത് ഈ രാഘവൻ തന്നെ. പന്നിയുടെ രൂപം ധരിച്ച് ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമിയെ തേറ്റമേൽ ഏറ്റി രക്ഷിച്ചതും ഈ രാഘവൻ തന്നെ. ഹിരണ്യകശിപുവിനെ കൊല്ലാനായി നരസിംഹരൂപം ധരിച്ചതും ഈ രാഘവൻ തന്നെ. വാമനായി അവതരിച്ച് മഹാബലിയോട് 3 അടി മണ്ണു യാചിച്ച് ത്രിലോകം മുഴുവൻ 3 അടിയായി അളന്നതും ഈ രാഘവൻ തന്നെ. ക്ഷത്രിയ വംശത്തെ ഒടുക്കുവാൻ ഭാർഗവരാമനായി അവതരിച്ചതും ഈ രാഘവൻ തന്നെ. രാക്ഷസ വംശത്തെ ഒടുക്കാനായി ദശരഥപുത്രനായി അവതരിച്ചതും ഈ രാഘവൻ തന്നെ. രാവണ നിഗ്രഹാർത്ഥം പുറപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. ഇന്നലെ നാരദൻ വന്നു പറഞ്ഞു, നാളെ വനത്തിലേക്ക് പുറപ്പെടുമെന്ന് രാമൻ പറഞ്ഞു. അതിനാൽ ആരും വിഷാദിക്കരുത്, എല്ലാവരും രാമരാമ ജപിക്കുക. ശ്രീരാമൻ കൈകേയി അമ്മയോട് പറഞ്ഞു, ഞാനും സീതയും ലക്ഷ്മണനും കാട്ടിൽ പോകുന്നു, ശോകം കളഞ്ഞാലും. കൈകേയി ഉടനെ ശ്രീരാമനും സീതയ്ക്കും ലക്ഷ്മണനും ചീരങ്ങൾ വെവ്വേറെ നൽകി. ശ്രീരാമനും ലക്ഷ്മണനും വൽക്കലം ധരിച്ചു. ശ്രീരാമനെ നോക്കി സീത നടന്നു. ഇതെങ്ങനെ ഉടുക്കും എന്ന സന്ദേഹത്താൽ സീത പരുങ്ങി. ഇത് കണ്ട് വസിഷ്ഠ മുനി പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ വനത്തിന് പോകണമെന്നല്ലേ നീ വരത്തെ വരിച്ചത്? സീതയ്ക്കെന്തിനാണ് മരവുരി? പതിവ്രത രത്നമായ ജാനകി ഭർത്താവിനോടുകൂടി പോകുന്നെങ്കിൽ സർവാഭരണ ഭൂഷിതയായി പോകട്ടെ. ദശരഥൻ സുമന്ത്രരോട് ശ്രീരാമന് പോകാൻ രഥം കൊണ്ടുവരാൻ പറഞ്ഞു. സീതയോട് തേരിൽ കയറാൻ ശ്രീരാമൻ പറഞ്ഞു. ജനകനെ ബന്ധിച്ച് ചാപവാണ തുണീരങ്ങളോട് ശ്രീരാമനും ലക്ഷ്മണനും തേരിൽ കയറി. സുമന്ത്രർ തേർ നടത്തി. ദശരഥൻ രാമരാമ എന്ന് വിളിച്ച് മോഹാലസ്യപ്പെട്ടു വീണു. രാജവാസികൾ തേരിന്റെ പിന്നാലെ നടന്നു. ദശരഥൻ തന്നെ എടുത്ത് കൗസല്യാഗ്രഹത്തിലാക്കാൻ പറഞ്ഞു. പൗരജനങ്ങൾ ദശരഥനെ കൗസല്യാഗ്രഹത്തിലാക്കി. ശ്രീരാമനും ജനകജയും ലക്ഷ്മണനും ഉപവാസം ചെയ്ത് വൃക്ഷച്ചുവട്ടിൽ ഉറങ്ങി. ജനങ്ങൾ അരികെ നിന്നു. രാവിലെ ജനങ്ങൾ ഉണർന്നാൽ തന്നെ പോകാൻ അയക്കില്ലെന്ന് കരുതി ജനങ്ങൾ ഉണരും മുമ്പ് തേർ തെളിക്കാൻ സുമന്ത്രരോട് പറഞ്ഞു. ശ്രീരാമനും സീതയും ഗംഗാതീരത്തെത്തി വിശ്രമിച്ചു. രാവിലെ ഉണർന്ന ജനങ്ങൾ ശ്രീരാമനെ കാണാഞ്ഞ് ദുഃഖിച്ച് അയോധ്യയിലേക്ക് മടങ്ങി. രാമൻ വന്നതറിഞ്ഞ് ഗുഹൻ പുഷ്പങ്ങളും ഫലങ്ങളും മധുവും കൊണ്ടുവന്നു. എല്ലാം രാമപാദത്തിൽ വെച്ച് ദണ്ഡനമസ്കാരം ചെയ്തു. ഗുഹൻ ശ്രീരാമനോട് ഈ നിഷധ രാജ്യത്തിൽ വാഴണം എന്നപേക്ഷിച്ചു. ശ്രീരാമൻ ഗുഹനോട് പറഞ്ഞു, 14 സംവത്സരങ്ങൾ കഴിഞ്ഞേ ഞാൻ ഗ്രാമാന്തരങ്ങളിൽ താമസിക്കൂ. അതുകൊണ്ട് നീ തോണി കൊണ്ട് വന്ന് ഞങ്ങളെ അക്കരെ കടത്തുക. രാത്രി കുശതൽപ്പത്തിൽ രാമനും സീതയും ഉറങ്ങി. ലക്ഷ്മണനും അമ്പും വില്ലും ധരിച്ച് കാവൽ നിന്നു. ഗുഹനും കൂട്ടുനിന്നു. ഗുഹൻ കൈകേയിയെയും മന്ദരയെയും കുറ്റപ്പെടുത്തി. ലക്ഷ്മണൻ പറഞ്ഞു, എല്ലാം പൂർവജന്മ സുകൃതം. സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും, സുഖവും ദുഃഖവും മാറി മാറി വരും. അവർ സംസാരിച്ചിരുന്നു. നേരം പുലർന്നു. രാഘവൻ നിത്യകർമ്മങ്ങൾ കഴിച്ചു. ഗുഹൻ തോണി കൊണ്ടുവന്നു. സീതയും ശ്രീരാമനും ലക്ഷ്മണനും തോണിയിൽ കയറി. ഗുഹൻ തോണി തുഴഞ്ഞു. സീത ഗംഗയെ സ്തുതിച്ചു. ഗുഹൻ കൂടെ പോകാൻ രാമനോട് അനുവാദം ചോദിച്ചു. രാമൻ പറഞ്ഞു, 14 സംവത്സരം കഴിഞ്ഞാൽ ഞാനിങ്ങ് വരും. അതുവരെ നീ ഇവിടെ വസിക്കുക. ഇനി നമ്മൾ പോകുന്നത് ഭരദ്വാജാശ്രമ പ്രവേശത്തിലേക്കാണ്. ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി അന്നവിടെ വസിച്ചു. പിറ്റേനാൾ പുലർച്ചെ നിത്യകർമ്മങ്ങളെല്ലാം കഴിച്ച് ഭരദ്വാജാശ്രമത്തിനടുത്തെത്തി. അവിടെ കണ്ട താപസനോട് ശ്രീരാമൻ പറഞ്ഞയച്ചു. ദശരഥപുത്രനായ ശ്രീരാമൻ വന്നിട്ടുണ്ടെന്ന വാർത്ത ഭരദ്വാജ മുനിയോട് ചെന്നറിയിക്കണം. സന്യാസി ഭരദ്വാജ മുനിയോട് രാമൻ വന്നിട്ടുണ്ടെന്ന കാര്യം അറിയിച്ചു. ഭരദ്വാജ മുനി അർഘ്യപാദാദികളോടുകൂടി ശ്രീരാമലക്ഷ്മണന്മാരെ ചെന്നതിരേറ്റു. ശ്രീരാമനോട് പർണശാലയിൽ ഇരിക്കാൻ ക്ഷണിച്ചു. മഹർഷി അവരെ പൂജിച്ചു. ഭരദ്വാജൻ പറഞ്ഞു, ബ്രഹ്മാവിന്റെ പ്രാർത്ഥനയാൽ അങ്ങ് മനുഷ്യനായി ജനിച്ചതെല്ലാം എനിക്കറിയാം. അന്നു രാത്രി മുനിയായി കഴിഞ്ഞു. വാൽമീകി ദർശനം. നാനാമുനികുല സങ്കുലമായ ഉത്തമ വൃഷലതാ പരിശോഭിതമായ നിത്യ കുസുമദള സംയുക്തമായ ആശ്രമത്തിൽ വാൽമീകിയെ കണ്ടു. ശ്രീരാമ അതികൾ വണങ്ങി. വാൽമീകി സന്തോഷാശ്രുക്കളോടെ ശ്രീരാമനെ പുണർന്നു. അർഘ്യാദികളെ കൊണ്ട് പൂജിച്ച് മധുഫല മൂലങ്ങൾ കൊണ്ട് നിവേദിച്ചു. ശ്രീരാമൻ വാൽമീകിയോട് പറഞ്ഞു, താതാജ്ഞയാ ഞാൻ സീതയോടും ലക്ഷ്മണരോടും കൂടി വനത്തിന് പുറപ്പെട്ടു. എല്ലാ വിവരങ്ങളും അങ്ങേക്കറിയാമല്ലോ. എനിക്ക് സീതയോടും കൂടി സുഖമായി താമസിക്കുന്ന ഒരു സ്ഥലം പറഞ്ഞു തരണം. ഇവിടെ കുറെ കാലം വസിക്കണമെന്ന് ആഗ്രഹമുണ്ട്.
അങ്ങേപോലുള്ള ദിവ്യന്മാർ ഇരിക്കുന്ന മംഗലമായ സ്ഥലം വസിക്കുന്നത് സുഖകരമായിരിക്കും. ഇതു കേട്ട വാൽമീകി പറഞ്ഞു തുടങ്ങി. സർവ്വലോകങ്ങളിൽ നിന്നാണ് വസിക്കുന്നത്. നീ സർവ്വലോകത്തിനും ഈശ്വരനാണ്. ആ നിനക്ക് വാസസ്ഥലം ഞാൻ പറയണമോ? എങ്കിലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം എന്ന് പറഞ്ഞു തുടങ്ങി. ശാന്തരായി നിന്നെ ഭജിക്കുന്നവരുടെ ഹൃദയം ധർമാധർമ്മങ്ങൾ വെടിഞ്ഞ് ഭക്ത്യാ ഭഗവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം, തന്മാത്രജാപകമായ മനുഷ്യരുടെ മനസ്സ്, ശാന്തരും നിരഹങ്കാരികളും ആയവരുടെ ചിത്തം, എല്ലാ കർമ്മങ്ങളും നിന്നിൽ സമർപ്പിച്ച് ചെയ്യുന്നവരുടെ മനസരോജം, വിശപ്പ്, ദാഹം, ഭയം, പീഡ ഇവയെല്ലാം വിസ്മരിച്ച് ഭജിക്കുന്നവരുടെ മനസ്സ്, ഇങ്ങനെ നല്ലവരുടെ മനസ്സുകളിൽ വസിക്കുന്ന അങ്ങ് സീതാസമേതനായി തൽപാദ സേവാരഥന്മാരുടെ മനസ്സിൽ വസിച്ചാലും നിന്റെ നാമമഹിമയാൽ ഞാൻ ബ്രഹ്മമുനിയായി തീർന്നിരിക്കുന്നു. ഞാൻ പണ്ട് വളരെ ദുഷ്കർമ്മങ്ങൾ ചെയ്തിരുന്നു. ജനിച്ചത് ദ്വിജനായിട്ടാണെന്നല്ലാതെ ബ്രഹ്മകർമ്മങ്ങളൊന്നും ചെയ്തിരുന്നില്ല. എല്ലാ ദുഷ്കർമ്മങ്ങളിലും പെട്ടു. ശൂദ്ര സ്ത്രീയെ വിവാഹം ചെയ്തു. ധാരാളം മക്കളുണ്ടായി. കള്ളന്മാരോട് ചേർന്ന് പിടിച്ചുപറിയും കളവും നടത്തി. വില്ലും അമ്പും ധരിച്ച് ജന്തുക്കളെ ചതിച്ചു കൊന്നും ജീവിച്ചു. ഒരിക്കൽ സപ്തർഷികൾ വരുന്നത് കണ്ട് അവരുടെ വസ്ത്രാദികൾ പിടിച്ചു പറിക്കാൻ ചെന്നു. അവർ എന്നോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ ഭാര്യയും മക്കളും വിശന്നിരിക്കുന്നു. അവരെ പോറ്റാൻ ഞാൻ വഴിപോക്കരോട് പിടിച്ചു പറിക്കുന്നു. നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ലഭിക്കണം. അവർ വീണ്ടും എന്നോട് പറഞ്ഞു, അവർക്ക് വേണ്ടി നീ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അവർ കൂടി അനുഭവിക്കുമോ? അതെനിക്കറിയില്ല എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നീ അവരോട് ചെന്ന് ചോദിക്ക്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പാപകർമ്മത്തിന്റെ ഫലം നിങ്ങൾ കൂടി അനുഭവിക്കുമോ എന്ന്. നീ അത് ചോദിച്ചു വരുന്നതുവരെ ഞങ്ങളെ ഇവിടെ നിൽക്കാം. ഇത് കേട്ട് ഞാൻ പോയി ഭാര്യയോടും മക്കളോടും ചോദിച്ചു, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നിങ്ങളും അനുഭവിക്കുമോ എന്ന്. ഉടൻ അവരുടെ മറുപടി വന്നു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ തന്നെ അനുഭവിച്ചിടുകന്നേ വരും. ഇത് കേട്ട് ഞാൻ നിസ്തേജനായി നിന്നു. പിന്നീട് സപ്തർഷികളെ കണ്ടു നമസ്കരിച്ചു. എൻ്റെ അന്ധകരണം ശുദ്ധമായി തീർന്നു. അവരോട് എന്നെ രക്ഷിക്കാൻ അപേക്ഷിച്ചു. അവർ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ മനസ്സ് ശുദ്ധമായി. എനിക്ക് അവർ രാമനാമം വ്യത്യസ്തമായ വർണ്ണരൂപത്തിൽ മര എന്ന് ചിത്തം ഏകാഗ്രമാക്കി ജപിക്കാൻ പറഞ്ഞു തന്നു. അവർ മടങ്ങി വരുന്നതുവരെ ഞാനെങ്ങനെയിരുന്നു. സഹസ്രയുഗം കഴിഞ്ഞു. പുറ്റുകൊണ്ട് മൂടി എൻ്റെ ഉടൽ മൂടി. താപസേന്ദ്രന്മാർ മടങ്ങി വന്നു. പുറ്റിൽ നിന്നും പുറത്തു വരാൻ പറഞ്ഞു. ഞാൻ പുറ്റിൽ നിന്ന് പുറത്തു വന്നു. അവർ എനിക്ക് വാൽമീകി എന്ന പേരു നൽകി. ബ്രഹ്മജ്ഞാനമാക എന്നരുൾ ചെയ്തു. അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെയായി. രാമനാമത്തെ പ്രഭാവം എന്തു പറയാൻ? ഇന്ന് സീതയോടും ലക്ഷ്മണനോടും കൂടി നിന്നെ കാണാൻ കഴിഞ്ഞു. ചിത്രകൂടാചലത്തിൽ ഒരു പർണശാല കെട്ടി അവിടെ സീതാസമേതനായി വാഴുക. വാൽമീകി മഹർഷി എന്നും രാമനെ പൂജിച്ചു. ഇനി നമ്മൾ പോകുന്നത് ദശരഥന്റെ ചരമത്തിലേക്കാണ്. സുമന്ത്രർ അയോധ്യയിൽ ചെന്ന് രാജാവിനെ കണ്ടു വണങ്ങി. ദശരഥൻ സുമന്ത്രരോട് ശ്രീരാമന്റെ വിശേഷം തിരക്കി. എന്നോട് എന്തു പറയാനാണ് ശ്രീരാമനും സീതയും ലക്ഷ്മണനും പറഞ്ഞത്? ദുഃഖം മുഴുത്തു മരിപ്പാൻ തുടങ്ങുന്ന എനിക്ക് മക്കളെ കണ്ട് മരിപ്പാൻ യോഗമില്ല. ദശരഥനോട് സുമന്ത്രർ പറഞ്ഞു, ശ്രീരാമനെയും സീതയെയും ലക്ഷ്മണനെയും തേരിലേറ്റിക്കൊണ്ടുപോയി ഗംഗാതടത്തിൽ ഗുഹൻ വന്ന് ഫലമൂലാദികൾ കൊടുത്തു. അവർ സന്യാസത്തിനൊരുങ്ങി. ശ്രീരാമചന്ദ്രൻ എന്നോട് പറഞ്ഞു, അച്ഛനെ ആശ്വസിപ്പിക്കണം. ഞങ്ങൾ പോയ ദുഃഖം ഇല്ലാതാക്കണം. സീതയും അച്ഛന് പാദനമസ്കാരം പറഞ്ഞു. പിന്നീട് ഗുഹന്റെ തോണിയിൽ കയറിപ്പോയി. കുറേ നേരം അവിടെ നിന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. കൗസല്യ കരഞ്ഞു തുടങ്ങി. ദശരഥൻ പറഞ്ഞു തുടങ്ങി, പ്രാണൻ പോകുന്ന നേരത്ത് ഒരു തപോധനൻ എന്നെ ശപിച്ചിരുന്നു. പണ്ടു ഞാൻ നായാട്ടിനു പോയപ്പോൾ ഒരു മുനികുമാരനെ അറിയാതെ അമ്പെയ്തു കൊന്നു. മുനികുമാരൻ കണ്ണു കാണാത്ത മാതാപിതാക്കൾക്ക് ദാഹജലം എടുക്കുവാൻ കുടവുമായി വന്ന് കുടത്തിൽ വെള്ളം നിറയ്ക്കുന്ന ശബ്ദം കേട്ട് ഞാൻ ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുകയാണെന്ന് കരുതി നാദഭേദിനം സായകം അയച്ചതാണ്. അമ്പ് മുനികുമാരന്റെ ശരീരത്തിൽ തറച്ചു. മുനികുമാരന്റെ കരച്ചിൽ കേട്ട് ഞാൻ അവിടെ ഓടിയെത്തി. വിവരം തിരക്കി. എൻ്റെ അപരാധം പൊറുക്കണമെന്ന് അപേക്ഷിച്ചു. മുനികുമാരൻ പറഞ്ഞു, എല്ലാം വിഹിതം. നിങ്ങൾ എൻ്റെ മാതാപിതാക്കൾക്ക് വെള്ളം കൊണ്ടുകൊടുത്ത് വിവരം പറയുക. അവർ ക്ഷമിക്കും. എൻ്റെ ശരീരത്തിലെ അമ്പ് പറിച്ചാലും. രാജാവ് അമ്പ് പറിച്ചെടുത്തു. മുനിമാരിരിക്കുന്ന ദിക്കിൽ ജലവുമായെത്തി. കാൽപെരുമാറ്റം കേട്ട് പുത്രനാണെന്ന് കരുതി അവർ സംസാരിച്ചു. ദശരഥ മഹാരാജാവ് പറഞ്ഞു, ഞാൻ ദശരഥ രാജാവാണ്. എൻ്റെ അപരാധം പൊറുക്കണം. കുടത്തിൽ വെള്ളം മുക്കുന്ന ശബ്ദം കേട്ട് ആന തുമ്പിക്കൈയിൽ വെള്ളമെടുക്കുന്നതാണെന്ന് ശങ്കിച്ച് ഞാൻ നാദഭേദിനം സായകം അയച്ചു. അത് കുമാരനിൽ തറച്ച് കുമാരൻ മരിച്ചു.
മുനികുമാരൻ കിടക്കുന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു. രാജാവ് അവരെ മകന്റെ ഉടൽ കാട്ടിക്കൊടുത്തു. അവർ ചിത കൂട്ടാൻ ആവശ്യപ്പെട്ടു. രാജാവ് ചിത കൂട്ടി. പുത്രനോടുകൂടി അവരും ചിതയിൽ ചാടി ദഹിച്ചു. ആ സമയം വൃദ്ധതാപസൻ എന്നോട് പറഞ്ഞിരുന്നു, നിനക്കും പുത്രശോകത്താൽ മരിക്കാനിടവരും. ആ ശാപകാലം നമുക്ക് ആഗതമായി. ശ്രീരാമനെ തന്നെ ചിന്തിച്ച് ദശരഥൻ സ്വർഗം പൂകി. ഇനി ഭരതാഗമനമാണ്. രാജനാരീജനം വാവിട്ട് നിലവിളിച്ചു. വസിഷ്ഠൻ മന്ത്രികളോടുകൂടി ചെന്നു. രാജാവിൻ്റെ ഉടൽ കേടുവരാതിരിക്കാൻ തൈലമയ ദ്രോണിയിലാക്കാൻ പറഞ്ഞു. ഉടനെ കേകയ രാജ്യത്ത് ചെന്ന് ഭരതന്റെ അമ്മാവനായ യുധാജിത്തിനോട് വിവരം പറഞ്ഞ് ഭരതനെയും ശത്രുഘ്നെയും ഇന്നു തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ ദൂതരെ വിട്ടു. ഭരതന് അച്ഛനോ ജ്യേഷ്ഠനോ എന്തോ ആപത്ത് അകപ്പെട്ടെന്ന് തോന്നി. ഭരതൻ അയോധ്യയിലെത്തി. അയോധ്യാപുരി ദുഃഖപൂരിതമായിരിക്കുന്നു. ഉടനെ രാജമന്ദിരത്തിൽ ചെന്ന് കൈകേയിയെ കണ്ടു. നമസ്കരിച്ചു. കൈകേയി മകനെ എടുത്ത് ആശ്വസിപ്പിച്ചു. കേകയ രാജ്യത്തെ വിശേഷങ്ങൾ ചോദിച്ചു. ഭരതൻ ചോദിച്ചു, അച്ഛൻ എവിടെ? മാതാവിനോട് കൂടിയല്ലാതെ ഞാൻ അച്ഛനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഇപ്പോൾ അമ്മ തന്നെ വസിക്കുന്നത് എന്തുകൊണ്ട്? കൈകേയി പറഞ്ഞു തുടങ്ങി. നീ സങ്കടപ്പെടേണ്ട, നിന്റെ ഇഷ്ടമെല്ലാം ഞാൻ വരുത്തിയിട്ടുണ്ട്. പിതാവ് സ്വർഗം പോകി. ഭരതൻ പിടഞ്ഞെഴുന്നേറ്റു ഭൂമിയിൽ വീണു. ഭരത വിലാപത്തിലേക്കാണ് പോകുന്നത്. എന്നെയും രാജ്യത്തെയും ശ്രീരാമജ്യേഷ്ഠൻ തൻ്റെ കയ്യിൽ സമർപ്പിക്കാതെ അങ്ങ് എങ്ങുപോയി? കൈകേയി ഇനി കരഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. എല്ലാം ഈശ്വര കൽപ്പിതമാണ്. നിനക്ക് വേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഭരതൻ ചോദിച്ചു, എൻ്റെ അച്ഛൻ മരണസമയത്ത് എന്താണ് പറഞ്ഞത്? രാമ രാമ സീതയെ ജനകജയ ലക്ഷ്മണ എന്നിങ്ങനെ മാറി മാറി വിലപിച്ചു മരിച്ചു. ഭരതൻ വീണ്ടും ചോദിക്കുന്നു, അച്ഛൻ മരിക്കുന്ന സമയത്ത് ശ്രീരാമനും സീതയും ലക്ഷ്മണനും അരികത്തില്ലായിരുന്നോ? അതിനുത്തരമായി പറഞ്ഞു, രാജാവ് ശ്രീരാമന് അഭിഷേകത്തിന് മുതിർന്നപ്പോൾ ഞാൻ എൻ്റെ മകനെ വാഴിക്കണമെന്ന് പറഞ്ഞ് അഭിഷേകം മുടക്കി. എങ്ങനെയെന്നാൽ പണ്ട് ദേവാസുര യുദ്ധകാലത്ത് രാജാവിനെ ഞാൻ രക്ഷിച്ചതുകൊണ്ട് രാജാവ് എനിക്ക് 2 വരം നൽകിയിരുന്നു. ഞാൻ ചോദിക്കുന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞിരുന്നത്. ആ വരങ്ങൾ ഞാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടു. 1 ഭരതനെ രാജാവായി വാഴിക്കണം. 2 രാമൻ വനത്തിൽ 14 സംവത്സരം കഴിയണമെന്നുള്ളത്. രാമനെ കാട്ടിലയച്ചു. പതിവ്രതയായ സീത ശ്രീരാമനോടുകൂടി പോയി. ലക്ഷ്മണനാകട്ടെ ജ്യേഷ്ഠനോടുകൂടി ഗമിച്ചു. അച്ഛൻ അവരെ തന്നെ ചിന്തിച്ചു ചിന്തിച്ച് ദുഃഖിച്ചു മരിച്ചു. ഇത് കേട്ട് ഭരതൻ വീണ്ടും മോഹാലസ്യപ്പെട്ടു വീണു. കൈകേയി ചോദിച്ചു, നീ എന്തിനു കരയുന്നു? രാജ്യം നിനക്ക് കിട്ടിയില്ലേ? ഭരതൻ കൈകേയിയെ കടുപ്പിച്ചൊന്നു നോക്കി. കണ്ടു നിന്നവർ ഭയപ്പെട്ടു. അമ്മയെ കടുത്ത വാക്കുകളാൽ പത്സിച്ചു. ഇനി ഞാൻ എങ്ങനെയും മരിക്കുന്നതാണ് നല്ലത് എന്ന് ചിന്തിച്ച് കൗസല്യ ഗൃഹത്തിൽ ചെന്നു. പാതെ നമസ്കരിച്ച ഭരതനെ കൗസല്യ വാരിയെടുത്തു ഉണർന്നു. എൻ്റെ മകൻ ദൂരെ പോയത് നിമിത്തമാണ് ഇത്തരം കർമ്മദോഷങ്ങൾ വന്നത് എന്ന് പറഞ്ഞു. ഹാ നാരായണ, അങ്ങെൻ്റെ മകനായി വന്നു പിറന്നെങ്കിലും ദുഃഖങ്ങൾ ഒഴിയുന്നില്ലല്ലോ എന്ന് വിലപിച്ചു. ഭരതൻ കൗസല്യ മാതാവിനോട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, രാഘവ രാജ്യാഭിഷേകം മുടക്കിയത് കൈകേയി മാതാവാണ്. ഞാൻ അറിഞ്ഞിട്ടേയില്ല അമ്മേ. വീണ്ടും വീണ്ടും രാഘവനെയും വസിഷ്ഠനെയും പിടിച്ച് സത്യം ചെയ്തു പറഞ്ഞു, ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ പാപം ഭുജിക്കുന്നുണ്ട്. ഭരതന്റെ നെറുകയിൽ മുകർന്നുകൊണ്ട് കൗസല്യ പറഞ്ഞു, ഒന്നും നിന്റെ കുറ്റമല്ലെന്ന് എനിക്കറിയാം. വസിഷ്ഠമുനി അന്തപുരത്തിൽ നിന്ന് ഭരതനെ കണ്ടു. ഭരതൻ തൊഴുതു കരഞ്ഞു. വസിഷ്ഠൻ പറഞ്ഞു, ദശരഥൻ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചു മരിച്ചു. ഇന്ദ്രൻ അർദ്ധാസനം കൊടുത്ത് ഇരുത്തിയിരിക്കുന്നു. ജന്മമുണ്ടെങ്കിൽ മരണം നിശ്ചയം. ഇനി സംസ്കാര കർമ്മം ചെയ്യുക. ഭരതൻ താതശരീരം എണ്ണത്തോണിയിൽ നിന്നെടുത്ത് കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു ദഹിപ്പിച്ചു. 12-ാം ദിവസവും പിണ്ടവും കഴിച്ചു. സർവ്വജനങ്ങൾക്കും പലവിധ ദാനങ്ങളും നൽകി. കാട്ടിൽ പോയ ജ്യേഷ്ഠനെ ഓർത്ത് ദിവസങ്ങൾ കഴിച്ചു. വസിഷ്ഠൻ സ്വർണാസനത്തിലിരുന്ന് ഭരതനെയും ശത്രുഘ്നെയും വരുത്തി. രാജാ ദശരഥൻ നിനക്ക് രാജ്യം തന്നു. ഇനി ഞാൻ നിനക്ക് അഭിഷേകം കഴിക്കാം. ഇനി രാജ്യത്തെ അരാജകമാക്കാൻ പാടില്ല. അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റുകയും വേണം. മനുഷ്യർക്ക് ഗുണങ്ങൾ വന്നു ഭവിക്കുന്നത് ഗുരുപ്രസാദത്താലാണെന്ന് പറഞ്ഞു. ഭരതൻ മറുപടിയായി പറഞ്ഞു തുടങ്ങി, അടിയന് രാജ്യം വേണ്ട. രാജാവ് എൻ്റെ ജ്യേഷ്ഠനാണ്. ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരാണ്. നാളെ നമ്മളെല്ലാവരും കൂടി പോയി രാമൻ ജ്യേഷ്ഠനെ കൊണ്ടുവരും. എല്ലാ സന്നാഹത്തോടും കൂടി പോകണം. അദ്ദേഹം വരുന്നതുവരെ ഫലമൂലങ്ങൾ ഭക്ഷിച്ച് ഭൂമിയിൽ ശയിക്കുന്നതേയുള്ളൂ. എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും ഭരതനെ വാഴ്ത്തി. രാജമാതാക്കൾ, മന്ത്രിമാർ, വസിഷ്ഠനും പത്നിയും സൈന്യസമേതം ഭരതശത്രുന്മാർ വനത്തിലേക്ക് പുറപ്പെട്ടു. രാമനെ കാണാനുള്ള മോഹത്താൽ മാർഗഭേദങ്ങൾ അറിഞ്ഞില്ല. സൈന്യസമേതമുള്ള ഭരതന്റെ വരമറിഞ്ഞ് ഗുഹന് പരിഭ്രമമായി.
എന്തിനാണ് ഈ വരവ്? ഭൃത്യരോട് പറഞ്ഞു. ഞാൻ ചെന്ന് വന്നിച്ച് വിവരങ്ങൾ അറിഞ്ഞു വരാം. ശ്രീരാമനോട് വിദ്വേഷത്തിനെങ്കിൽ ഇവരാരും പോകരുത്. അല്ല, നല്ലവരെങ്കിൽ കടത്തുകയും വേണം. ഗുഹൻ ഭരതനെ വണങ്ങി. ഭരതൻ രാമമന്ത്രം ജപിച്ച് ഋഷിതുല്യനായി ഇരിക്കുന്നു. ഭരതൻ ഗുഹനെ എഴുന്നേൽപ്പിച്ചു. ഗുഹനോട് പറഞ്ഞു, ഭഗവാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ഭവാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ശ്രീരാമചന്ദ്രനെ ആലിംഗനത്തിന് പാത്രമായല്ലോ. സീതയോട് കൂടി ജ്യേഷ്ഠൻ ഇവിടെ വസിക്കുന്നു. നിങ്ങൾ തമ്മിൽ എന്തു സംസാരിച്ചു? അദ്ദേഹം ഇവിടെ ഉറങ്ങി. ഇത്തരം വാക്കുകളാൽ ഭരതൻ അത്യുത്തമനാണെന്ന് ഗുഹന് മനസ്സിലായി. കൗസല്യാതനയനെ കൂട്ടിക്കൊണ്ടുപോവാനായാണ് ഞാൻ വന്നിരിക്കുന്നത്. ഗുഹൻ പറഞ്ഞു, ഇത്ര ഭക്തിയുള്ള അങ്ങ് പുണ്യവാന്മാരിൽ വെച്ച് അത്യുത്തമനാണ്. ഗംഗാനദി കടന്നാൽ ചിത്രകൂടാചലം കാണാം. അവിടെ രാമൻ സീതാസമേതം വസിക്കുന്നു. എല്ലാവരും തോണി കരേറി ഗംഗ കടന്നു. ഭരദ്വാജാശ്രമത്തിൽ ചെന്നു. പടയെ ദൂരെ നിർത്തി ഭരതൻ ഭരദ്വാജനെ വന്ദിച്ചു. മുനി പറഞ്ഞു, രാജ്യം ഭരിക്കേണ്ട നീ ജടാവൽക്കലം ധരിച്ച് വന്നത് എന്തുകൊണ്ടാണ്? ഭരതൻ പറഞ്ഞു, അങ്ങേക്കറിയാത്ത ഒരു കാര്യവുമില്ല. എന്നാലും ഞാൻ പറയാം. രാമാഭിഷേകം മുടക്കിയത് കൈകേയി അമ്മയാണ്. ഞാനൊന്നും അറിഞ്ഞതേയില്ല. ശ്രീരാമപാദങ്ങൾ ഭജിക്കുകയാണ് എൻ്റെ ഇംഗിതം. ശ്രീരാമചന്ദ്രനെ ഇവിടെ വെച്ച് അഭിഷേകം കഴിച്ചു കൊണ്ടുപോകണം. അതിനു വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മുനി ഭരതന്റെ നെറുകയിൽ ചുംബിച്ചു. എല്ലാം ഞാൻ കണ്ടറിഞ്ഞിരിക്കുന്നു. ലക്ഷ്മണനേക്കാൾ രാമനോട് ഭക്തി നിനക്കാണെന്ന് എനിക്കറിയാം. ഇന്നിവിടെ കഴിഞ്ഞ് നാളെ രാമചന്ദ്രനെ കാണാൻ പോകാം. സുരഭി കാനനം ദേവേന്ദ്രലോക സമാനമാക്കി. പിറ്റേന്ന് മുനിയെ കൂപ്പി ഭരതശത്രുഘ്നന്മാർ ചിത്രകൂടാചലത്തിൽ ലഭിച്ചു. അവിടെ രമണീയമായ രാമചന്ദ്രാശ്രമം കണ്ടു. അവർ ശ്രീരാമപാദധൂളി ശിരസിലണിഞ്ഞു. രാമചന്ദ്രനെ നമസ്കരിച്ചു. ശ്രീരാമൻ ഭരതശത്രുഘ്നന്മാരെ ആലിംഗനം ചെയ്തു. ലക്ഷ്മണൻ ഭരതനെ നമസ്കരിച്ചു. ശത്രുഘ്നൻ ലക്ഷ്മണനെ നമസ്കരിച്ചു. ശ്രീരാമചന്ദ്രൻ മാതാവിനെ കണ്ടു വണങ്ങി. മറ്റുള്ള മാതാക്കളെയും വണങ്ങി. വസിഷ്ഠനെയും വണങ്ങി. ശ്രീരാമചന്ദ്രൻ അച്ഛൻ്റെ വൃത്താന്തം തിരക്കി. എന്നെ കാണാതെ അച്ഛന് ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോടും ലക്ഷ്മണനോടും എന്തു പറയാൻ പറഞ്ഞയച്ചു എന്ന് ചോദിച്ചപ്പോൾ വസിഷ്ഠൻ പറഞ്ഞു, നിന്നെ പിരിഞ്ഞതിൽ ദുഃഖിച്ച് രാമ വിലപിച്ച് അച്ഛൻ സ്വർഗലോകം പോകി. കർണകഠോരമായ വാക്കുകൾ കേട്ട് രാമചന്ദ്രൻ മോഹാലസ്യപ്പെട്ടു വീണു. എല്ലാവരും ഒന്നിച്ച് കരഞ്ഞു തുടങ്ങി. ശ്രീരാമനും സീതയും ലക്ഷ്മണനും വാവിട്ടു നിലവിളിച്ചു. വസിഷ്ഠൻ നല്ല വാക്കുകളാൽ അവരെ ആശ്വസിപ്പിച്ചു. മന്ദാകിനിയിൽ കുളിച്ച് പിണ്ടോദകം നൽകി പുണ്യാഹം കഴിച്ചു. അന്ന് ഉപവസിച്ചു. പിറ്റേന്ന് കുളിച്ച് സന്ധ്യാവന്ദനവും കഴിച്ച് ആശ്രമത്തിൽ വസിച്ചു. ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് ഭരതൻ പറഞ്ഞു തുടങ്ങി, അടിയൻ അഭിഷേകത്തിനുള്ള വസ്തുക്കളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ജ്യേഷ്ഠനായ അങ്ങ് അഭിഷേകം നടത്തി പ്രജാപരിപാലനം നടത്തണം. പിന്നെ ഗൃഹസ്ഥാശ്രമം, അശ്വമേധയാഗം എന്നിവ നടത്തി അങ്ങയുടെ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ച് വനവാസം ചെയ്യണം. എൻ്റെ അമ്മയുടെ ദുഷ്കൃതം ചിന്തിക്കരുത്. ഭരതൻ രാമനെ ദണ്ഡ നമസ്കാരം ചെയ്തു. ശ്രീരാമൻ ഭരതനെ എഴുന്നേൽപ്പിച്ച് ആലിംഗനം ചെയ്തു. അച്ഛൻ എനിക്ക് കാനനവാസവും നിനക്ക് രാജ്യഭരണവും തന്നു. താതൻ്റെ നിയോഗമനുഷ്ഠിക്കലാണ് പുത്രധർമ്മം എന്നും പറഞ്ഞു. ശ്രീരാമൻ നിർത്തി. ഭരതൻ പറഞ്ഞു, താതൻ വയോധികൻ മൂഢമാനസൻ പറഞ്ഞത് ശരിയല്ല. ജ്യേഷ്ഠൻ തന്നെ രാജാവാകണം. വീണ്ടും രാഘവൻ ഭരതനോട് പറഞ്ഞു, അച്ഛൻ ഒരു തരത്തിലും ദോഷമുള്ളയാളല്ല. അസത്യ ഭയം കൊണ്ട് ചെയ്തതാണ്. അമ്മ കൈകേയിക്ക് ആവശ്യപ്പെടുമ്പോൾ 2 വരം നൽകാമെന്നേറ്റിരുന്നു. കൈകേയി അമ്മ ആവശ്യപ്പെട്ട വരങ്ങളാണിത്. അത് വ്യത്യസ്തമായി അനുഭവിക്കുന്നതിനും ശരിയല്ല. സത്യവിരോധം നമ്മളും ചെയ്യരുത്. ഭരതൻ ശ്രീരാമനോട് പറഞ്ഞു. ഞാൻ ലക്ഷ്മണനെ പോലെ വനത്തിലേക്ക് വന്നു. ഭരതൻ ദർഭ വിരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ശ്രീരാമചന്ദ്രൻ വസിഷ്ഠമുനിയോട് ഇവരെ പിന്തിരിപ്പിക്കാനെന്ന് പറഞ്ഞു. വസിഷ്ഠൻ ശ്രീരാമന്റെ ജന്മരഹസ്യം ഭരതനെ പറഞ്ഞു മനസ്സിലാക്കി. രാവണനെ കൊന്ന് പ്രജകളെ പരിപാലിക്കാനാണ് ശ്രീരാമജന്മം. ഈ സംഭവിച്ചതെല്ലാം ദൈവനിശ്ചയമാണ്. ആരെയും കുറ്റപ്പെടുത്തേണ്ടതില്ല. നീ എല്ലാവരോടും കൂടി രാജധാനിക്ക് പോവുക. 14 സംവത്സരം കഴിയുമ്പോൾ ശ്രീരാമചന്ദ്രൻ മടങ്ങിവരും. ഭരതൻ ദുഃഖേന ശ്രീരാമപാദുകങ്ങൾ വാങ്ങി ഭജിക്കാനായി പാദുകം തലയിൽ വെച്ച് ശ്രീരാമചന്ദ്രന്റെ പ്രദക്ഷിണം വെച്ച് എന്ന് 14 സംവത്സരം തികയുന്നോ അന്ന് അങ്ങ് മടങ്ങി വന്നില്ലെങ്കിൽ പിറ്റേന്ന് ഞാൻ അഗ്നിയിൽ ചാടി മരിക്കുമെന്ന് പറഞ്ഞു. ശ്രീരാമചന്ദ്രൻ സമ്മതിച്ചു. ഭരതനും പരിവാരങ്ങളും മടങ്ങി ഗംഗ കടന്ന് അയോധ്യയിലെത്തി. പാദുക പൂജയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഭരതനും ശത്രുഘ്നനും വ്രതത്തോടിരുന്നു. താപസവേഷം ധരിച്ചു. പാദുകം സിംഹാസനത്തിൽ വെച്ചു. ശ്രീരാമപാദങ്ങളെന്ന് സങ്കല്പിച്ചു പൂജ ചെയ്തു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ചിത്രകൂടത്തിൽ കുറച്ചുനാൾ വാണു. പിന്നീട് വീണ്ടും ആരെങ്കിലും അന്വേഷിച്ചു വന്നെങ്കിലോ എന്നു കരുതി ദണ്ഡകാരണ്യത്തിലേക്ക് പോയി. അത്രിയുടെ ആശ്രമത്തിൽ പ്രവേശിച്ചു. മുനി അർഘ്യപാദാദികൾ കൊണ്ട് പൂജിച്ചു.
അത്രിയുടെ പത്നി അനസൂയ ഉള്ളിലുണ്ട്, പോയി കണ്ടാലും എന്ന് പറഞ്ഞു. സീത അനസൂയ പാദങ്ങൾ വണങ്ങി. അനസൂയ സീതയെ ആലിംഗനം ചെയ്തു. ദുകൂലം, കുണ്ഡലം, അംഗരാഗം എന്നിവ അനസൂയ സീതയ്ക്ക് നൽകി. സീതയെ അനുഗ്രഹിച്ചു. അന്നു രാത്രി അവിടെ അവർ വസിച്ചു. പ്രിയ ഭക്തജനങ്ങളെ, നമുക്കിനി അടുത്ത ഒരു ഭാഗം ആരണ്യകാണ്ഡമാണ് വരുന്നത്. നമ്മളിപ്പം പിന്നെ ബാലകാണ്ഡം എടുക്കാതെ, അത് നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ് നമ്മൾ രാമായണത്തിൻ്റെ ഗദ്യം തുടങ്ങുന്നത്. ഇനി അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ചെയ്തൊരു വീഡിയോയിൽ ബാലകാണ്ഡം അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ആരണ്യകാണ്ഡത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ഒരു ഭാഗം ആരണ്യകാണ്ഡം ആയിരിക്കും നമ്മൾ ആരംഭിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ കഥ കേട്ട് രാമായണം വായിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു സന്തോഷവും അറിവും ഒന്ന് വേറെ തന്നെയാണ്. അപ്പം ആദ്യമായിട്ട് വായിക്കുന്നവർക്കും അതുപോലെ തന്നെ എത്ര കേട്ടാലും മതി വരാതെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾക്കും ഈ ഒരു ഗദ്യഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ ഗദ്യഭാഗം ഞാൻ വായിച്ചതിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.